പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇതുപോലുള്ള വീഡിയോകൾ ഇതെന്താ ദൈവത്തിന് നിരക്കാത്ത ഈ പൈശാചിക ശക്തിയിൽ ജീവിക്കുന്ന ഈ ചെകുത്താനും ചെകുത്താൻ്റെ കൂട്ടാളികളെ, നമ്മൾ ചെറിയൊരു സമൂഹമാണ്. നമ്മൾ കൂടി വന്ന ഒരു പത്തോ ഒത്തിരി ആൾക്കാരൊന്നുമില്ല. ഉള്ളത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും സ്നേഹവും ഇല്ല. ഈ വൃത്തികെട്ടവൻ എന്ന് പള്ളിയിൽ ഇതിൻ്റെ അകത്ത് ഉത്തരവാദിത്വം എന്ന് ഏറ്റെടുത്തോ, സഭയുടെ കാര്യത്തിനകത്ത് ക്ലീമീസ് തിരുമേനി അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിനകത്ത് ജീവനോടെയുള്ള സാക്ഷികളായിട്ടുള്ള അച്ഛന്മാരുണ്ട് ഇവിടെ, അല്ലേ? അപ്പോൾ അതവരെല്ലാവരും കൂടെ പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഇയാളെ പിടിച്ച് നിർബന്ധപൂർവം എല്ലാം കൂടെ കൂട്ടി ഇങ്ങേരെ കൊണ്ട് മെത്രാശനാക്കി. ഈ ശാപം കിട്ടിയ വൃത്തികെട്ടവൻ അയാളെ കൊണ്ട് നടക്കാനായിട്ട് കുറച്ച് ആൾക്കാർ, അതിൻ്റെ പുറകിൽ നടക്കാൻ കുറച്ച് ആൾക്കാർ, എന്തുവാണ് ഈ നടക്കുന്നത്? ഈ സമുദായം എന്ന് പറയുമ്പോൾ വഴിയെ പോകുന്ന ആൾക്കാരൊക്കെ നമ്മളെ തന്നെ കളിയാക്കുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇങ്ങനെ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കുക. പക്ഷേ നമ്മുടെ എന്തെല്ലാം കാര്യം, ഇപ്പോൾ ഒരു ചിറപ്പള്ളിയിൽ തന്നെ ഒരു പയ്യനെ അവിടെ കൊണ്ട് ചെമ്മാശം പെട്ടുമ്പോഴത്തേ ഇങ്ങേര് ലോകം മൊത്തം കൽപ്പന തെകികളാണ് വലിയ ആള്, പിന്നെ തങ്കൻ അതിൻ്റെ അടുത്ത ആള്. ഇവനൊക്കെ ആരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനും നിങ്ങളും ഒക്കെ പള്ളിയിൽ പോകുന്നുണ്ട്. അതിൻ്റെ എല്ലാ മാസവും മാസവരി ഒരു ദിവസം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുന്നുണ്ട്. രണ്ടാം പള്ളിയിൽ നിന്നാണെങ്കിൽ പൈസ മൊത്തം അടിച്ചുകൊണ്ട് പോയ ആൾക്കാരുണ്ട്, അല്ലേ? ആരും ചോദിക്കാനില്ല. ഇങ്ങനെയുള്ള ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. സത്യം പറയാൻ എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചെയ്യാൻ ഞാൻ റെഡിയോ. പക്ഷേ ഇത് സഹിക്കുന്നതിനൊരു ലിമിറ്റുണ്ട്. നമ്മൾ നാണം കെട്ട് കഴിഞ്ഞു. ഞാനായ സമുദായം എന്ന് പറയുമ്പോൾ തന്നെ ഒന്നാം നാണം കെട്ടിരിക്കുക മൊത്തം. അതിനിടയ്ക്ക് എന്നെ ഒഴിവാക്കി ഇയാൾ വല്ലപ്പോഴും വന്ന് ഇതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ വിഡ്ഢിത്തരമല്ല ഇയാളെ ചുമന്നുകൊണ്ട് പോകുന്നത്. നിങ്ങളിത് ചിന്തിക്കേണ്ട കാര്യം ഇത്. സമുദായം എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കുന്നു, നമ്മുടെ കയ്യിലെ കാശ് കൊടുത്തി ഒമ്മാരിങ്ങനെ സൂക്ഷിച്ച് നടക്കുന്നു. നമ്മളിത് കടിഞ്ഞാണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ സമുദായവും നമ്മുടെ പാരമ്പര്യവും എല്ലാം നാല് വഴിക്കായിട്ട് പോകും. ഞാൻ പറഞ്ഞത് പോയിന്റ് നിങ്ങൾക്ക് ശരിക്കുണ്ടെങ്കിൽ വിശ്വസിക്കാൻ സ്നേഹമുള്ളവർക്ക് അത് കേൾക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലെന്ന് പറയാം. ചെറിയ വല്ലതും വിളിക്കാനും പേഴ്സണലായിട്ട് വിളിച്ചാൽ അത് കുഴപ്പമില്ല. ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. ന്യായമായ കാര്യത്തിന് ഞാൻ കേൾക്കും, അന്യായമായ കാര്യത്തിന് ഞാൻ കേൾക്കത്തില്ല. അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം. ന്യായമായ കാര്യത്തിന് പറഞ്ഞാൽ ഒക്കെ ഞാൻ സമ്മതിച്ചിരിക്കും. പക്ഷെ നിങ്ങൾ ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ട കാര്യമാണ്, നമ്മുടെ അപ്പന്മാരും നമ്മുടെ പ്രായമുള്ളവരും ഒക്കെ കഷ്ടപ്പെട്ട് നമുക്കൊരു തലമുറ അവരെ നമ്മുടെ കൈകളിലോട്ട് ഏൽപ്പിച്ചു, അല്ലേ? നമ്മൾ കുറച്ച് പേര് പണ്ടത്തെ കാലത്ത് തേങ്ങായും അതുപോലെ പിടിയരിയും പേപ്പറിനകത്ത് പൊതിഞ്ഞ് തീപ്പെട്ടിക്കകത്ത് അരിയും ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയ പള്ളികളാണെന്നുള്ളത്. ഇതുപോലിരിക്കുന്ന നായിൻ്റെ മക്കളെന്ന് ഞാൻ പറയാണ്. ഇവന്മാരൊക്കെ ഈ കാണിക്കുന്നൊന്നും ശരിയല്ല. നമ്മുടെ പിതാക്കന്മാർ നമുക്കൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം നമ്മൾ കാത്തു സൂക്ഷിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും വർഷങ്ങളായിട്ട്. അതിനെതിരായിട്ട് കേസ് കൊടുക്കുന്നു. പ്രശ്നങ്ങളുണ്ടാകും. എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്, കുടുംബങ്ങളിലുണ്ട്, എല്ലാ പ്രശ്നങ്ങളുണ്ട്, അത് വേറെ. പക്ഷെ ഇത് നമ്മുടെ ഒരു പാരമ്പര്യമായിട്ട് നമ്മുടെ ഒരു സമുദായം നമ്മൾ വലിയ സ്വപ്നം പോലെ കൊണ്ടു നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ആ ആൾക്കാരുടെ മുമ്പ് ഞാൻ പറയുന്നു, അതുപോലുള്ള ഒരു വ്യക്തിത്വമുള്ള ഓരോ വ്യക്തികൾക്കും ഉണ്ട്. പക്ഷെ ഇത് രണ്ട് തരമായി നമ്മുടെ സമുദായത്തിൽ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഇഷ്ടമില്ലാത്ത അവസ്ഥയിലോട്ട് മാറുകയാണ്. ഈ വൃത്തികെട്ടവൻ എന്ന് വന്നോ, അയാൾ കഴിവുള്ളവനും തന്തയ്ക്ക് പറഞ്ഞവനും ആയിരുന്നുവെങ്കിൽ ഇവർ ബാക്കിയുള്ളവരെ കൂടെ കൂട്ടി അവരെ ഒന്നിച്ച് നിർത്തി കൊണ്ടുപോകാൻ നേതൃത്വമുള്ളവനായിരിക്കണമായിരുന്നു ഈ മൈരൻ. അതല്ലാത്ത ഇവനെ എന്ത് യോഗ്യതയാണുള്ളത്? ഇത് പറഞ്ഞ തെറ്റാണെന്ന് എനിക്കറിയില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, ഞാനൊരു നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്നവരെ ഒന്നിച്ചു നിർത്തി ഈ സമുദായം ഒന്നിച്ചു കൊണ്ട് നടക്കാൻ പറ്റാത്ത ആൾക്കാർ എന്തിനാണ് ഈ സമുദായത്തിൽ മെത്രാപ്പോലീത്തന്മാരായിട്ടിരിക്കുന്നതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് വേണേൽ എന്ത് വേണേൽ ചെയ്യാം, നിങ്ങൾക്ക് വേണേൽ ഇത് എവിടെ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും.
ഈ സമുദായത്തിലുള്ള അച്ഛന്മാരുണ്ട്, എത്രയോ പേർ അച്ഛന്മാർക്ക് ശമ്പളമില്ല. ഇവന്റെ തന്തയുടെ പൈസയല്ല ഈ സമുദായം. ഇവന്റെ അപ്പം ഉണ്ടാക്കി ഇവൻ കടയിൽ കൊണ്ട് കച്ചവടം നടത്തിയതും കാപ്പിപ്പൊടി കച്ചവടം നടത്തിയതൊന്നും അല്ല ഈ പൈസ. തങ്കന്റെ അപ്പന്റെ പൈസയല്ല സമുദായം. അവന്റെ എന്റെയും നിങ്ങളുടെ എല്ലാം കൂടെ ഒരു സമുദായം. പക്ഷെ ഇവിടെയുള്ള അച്ഛന്മാർക്ക് എത്രയോ പേർക്ക് ജീവിക്കാനായിട്ട് ഒരു വഴിയില്ല. അവിടുന്ന് ഓർത്തഡോക്സുകാരുടെ അച്ഛന്മാരെ കൊണ്ട് നമ്മുടെ പള്ളിയിൽ കുർബാന ചൊല്ലുന്നുണ്ട്. അർഹതപ്പെട്ട കൈവപ്പ് കിട്ടിയ ആൾക്കാരെ കൊണ്ട് പള്ളിക്കകത്ത് കയറ്റാൻ പറ്റത്തില്ല. ഇത് എന്ത് ന്യായം? ഇവൻ ആരാണ്? എൻ്റെ കൈ കിട്ടിയ ഈ മൈരിനെ ഞാൻ ഷൂട്ട് ചെയ്യും, ഉറപ്പായിട്ട് ഞാൻ എഴുതി വെച്ചു. എൻ്റെ കൈ വെച്ച് ഞാൻ ഷൂട്ട് ചെയ്യും. അത് ഞാൻ തീരുമാനിച്ച് വെച്ചേക്കുന്നു. ഞാൻ ഒരാൾ പോയാലും വേണ്ടില്ല, ഈ സമുദായം തന്നോട് ഞാൻ റെഡിയാണ്. ഞാൻ സോറി, ഞാൻ ഇത്രയും തെറ്റായിട്ടുണ്ട്, നിങ്ങൾ ക്ഷമിച്ചേക്കണം. സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ. ഈ വൃത്തികെട്ടവൻ്റെ മോന്ത എനിക്ക് കാണുന്ന എനിക്ക് ഇഷ്ടമില്ല.